കൈപ്പക്ക. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്കനെ കൊണ്ടുള്ള കറിയാണ്. അപ്പൊ കൈപ്പക്കന്റെ കറി ഉണ്ടല്ലോ, ആ കൂട്ടാതെ ആൾക്കാർ വരെ കൂട്ടും. അത് എന്റെ അനുഭവമാണ്. ഞാൻ വെച്ചിട്ട് കൈപ്പക്ക കൂട്ടാതെ എന്റെ മക്കൾ വരെ ഇത് കൂട്ടിയിട്ടുണ്ട്. അവര് കൈപ്പക്ക ഒന്നും കൂട്ടില്ല, പക്ഷെ ഈ കറി അവര് കൂട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടിലാണെങ്കിലും കൂട്ടാൻ പറ്റൂ. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കറി ആക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ കൈപ്പക്ക ഞാൻ മുറിച്ചത്, ഞാൻ ഇത് ആദ്യം രാവിലെ മുതലേ ഞാൻ ഇത് വിനാഗിരി, മഞ്ഞൾ, ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അതാണ് ഇപ്പൊ ഞാൻ സമയം ഉച്ചയായി. അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് മുറിച്ചെടുത്തത്. അപ്പൊ അത്രയും സമയം ഞാൻ ഇതിലിട്ട് വെച്ചിട്ട് അപ്പൊ അതിന് ശേഷം ഇതാ ഈ കൈപ്പക്ക മുറിച്ചിട്ടിട്ട്, പണ്ടെല്ലാം കൈപ്പക്ക ഉണ്ട് റൗണ്ടിലാണ് മുറിക്കുക. നമ്മൾ അമ്മയെല്ലാം പണ്ട് വെക്കുന്ന റൗണ്ടിലാണ്. പക്ഷെ ഇപ്പോഴത്തെ പേഷം മാറി. അപ്പൊ കൈപ്പക്ക, 2 കൈപ്പക്ക, 2 വലിയ തക്കാളി, ഉള്ളി ഇതിന് കൂടുതൽ എടുക്കണം, നല്ല രസം ഉണ്ടാവും. അപ്പൊ ഇത് 3 വലിയ ഉള്ളിയാണ്. അപ്പൊ നമുക്കത് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. തേച്ചും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ചേർക്കേണ്ടത് പുളി. പുളിവെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളമാണ് ഇതിന്റെ കാര്യമായിട്ടുള്ള സാധനം. നമുക്ക് പുളി വേണ്ടിക്ക് നോക്കിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറച്ച് പച്ചമുളകിന് പകരം കാന്താരി ഉണ്ട് ഇവിടെ. കാന്താരി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കണക്കിന് കുറച്ചുകൂടി വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം. മൂടിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇറക്കി നോക്കാം എത്രയുണ്ട് എന്ന്. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ വെക്കേണ്ടത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളിയിൽ ഉപ്പിട്ട് പിഴിഞ്ഞതാണ്. അപ്പൊ ഉപ്പ് നോക്കിയിട്ടാ മതി. അപ്പൊ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം ആവശ്യത്തിനനുസരിച്ച്. നിങ്ങൾ ഒരു കൈപ്പക്ക ആണെങ്കിൽ 1 കൈപ്പക്കേന്റെ ഇത്, 2 കൈപ്പക്കാണ് 2 കൈപ്പക്ക, 3 കൈപ്പക്ക 3 കൈപ്പക്ക, അങ്ങനെ. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ചില ആൾക്കാർ വെന്ത് കുറെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കും. അപ്പൊ ഇതിന് 1.5 സ്പൂണ് മല്ലിപ്പൊടി. അപ്പൊ ഇത് ചേർത്തിട്ട് നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് മൂടി തുറന്നു നോക്കാം. വെന്തിട്ടുണ്ടാവും. നല്ല വെന്തിട്ടുണ്ട്. വറുത്തരച്ച തേങ്ങ ഇതിനകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമില്ല. നമുക്ക് എത്ര കൈപ്പക്കയാണ് ഉള്ളത്, കഷ്ണങ്ങൾ ഉള്ളത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് കുറവാ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴിക്കുന്നൊന്നുമില്ല കേട്ടോ. സാധാരണ കയ്പൊക്കെ ഭയങ്കര കയ്പായിരിക്കും, പക്ഷെ ഇത് കഴിക്കുന്നൊന്നുമില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കേണ്ടത് ബെല്ലം. ഒരു കഷ്ണം ബെല്ലം. ഇത് ചെറിയ ആണി വെല്ലാന്ന്. ഇത് അധികമെങ്കിലും നമുക്ക് എന്താക്കണം അറിയാം, ഇത് പൊട്ടിച്ചളയാം. ഒരു കഷ്ണം പിച്ചാത്തി എടുക്കുക, പൊട്ടിക്കുക. എന്നിട്ട് ഇത് നേരെ ഇതിലേക്ക് ഇടുക. ഇതിലേക്കിട്ട് ഇതൊന്ന് അരിയുന്നത് വരെ നിൽക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ല നാടൻ കറിവേപ്പിലാണ് എൻ്റെ. നാടൻ കറിവേപ്പില, വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില, അത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ തിളച്ച്, അധികം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടാ. വെള്ളം അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് ഇങ്ങനെ തിളച്ച് വരട്ടെ. ആ വെള്ളം ഇതിൻ്റെ അകത്ത് അലിഞ്ഞിട്ടുള്ള ടേസ്റ്റ് നമുക്ക് നോക്കാം. 2 വിസിലിനാണ് ഞാൻ ഈ കൈപ്പക്ക കുക്കറിൽ വെച്ചത്. നമുക്ക് ചട്ടിയിൽ വെച്ചാല് നല്ലതാണ്, ഇതാ ടേസ്റ്റ് കൂടുതൽ. പക്ഷെ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചത്. ഞാൻ ചട്ടി തന്നെ വെക്കല്, സാധാരണ വേവിച്ചെടുക്കലാന്ന്. അപ്പൊ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കടു വറുത്തിടാം. ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പൊ കടു ഇടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടു ഇട്ട് കൊടുക്കാം. ഇത് വേണ്ടത് കായ്മുളക് കടുവും കൂടി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാൻ ഈ കുരു ഉപയോഗിക്കൂല കേട്ടാ. ഈ കായ്മുളക് എന്തിനു കുരു അങ്ങ് കളയും. ചില വയറ്റിലെത്തിയാൽ ഇത് മോശമെന്ന് പറയുന്ന കേട്ടോട് ഞാൻ ഉപയോഗിക്കില്ല. അപ്പൊ കടു പൊട്ടുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം.
കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അതിന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഇതിലേക്ക് ഇളക്കുക. അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇതിവിടെ മൂടി വെക്കട്ടെ. വേഗം ചോറുന്നട്ടെ. അപ്പൊ എന്റെ കൈപ്പക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇതാ കൈപ്പക്ക കറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.